അങ്ങനെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് സംഘടനകളുടെ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ. വയനാട്ടിൽ ദുരന്തബാധിതർക്ക് വീടിനായി പിരിച്ച ഫണ്ട് തട്ടിയെടുത്തതിലൂടെ യൂത്ത് കോൺഗ്രസ് കാട്ടിയത് കൊടിയ വഞ്ചനയെന്ന് സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പറഞ്ഞു. വയനാട് ദുരന്തമുണ്ടായി 1 വർഷം പൂർത്തിയായിട്ടും കോൺഗ്രസും യൂത്ത് ലീഗും പ്രഖ്യാപിച്ച വീടുകളിൽ ഒന്നിന്റെ പോലും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. ഇതിനായി പിരിച്ച ഫണ്ടിലും വ്യാപക ക്രമക്കേട് നടത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നുകാട്ടി ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. 25 വീടുകൾ നൽകുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത്. എന്നാൽ സർക്കാർ കണക്ക് പ്രകാരം 100 വീടുകൾ നിർമ്മിക്കാനുള്ള തുക കൈമാറിക്കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസും 30 വീടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ വീട് പ്രതീക്ഷിച്ച് സർക്കാർ വീട് വേണ്ട എന്ന് തീരുമാനിച്ചവർ നിരവധിയാണ്. അവരോട് കൊടിയ വഞ്ചനയാണ് കോൺഗ്രസ് കാട്ടിയതെന്ന് വി.കെ. സനോജ് പറഞ്ഞു. ആ 30 വീട് പ്രഖ്യാപനം നടത്തിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും സർക്കാരുമായി ഒരു ധാരണയിലും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അവർ പ്രത്യേകിച്ച് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. അവരുടെ വീട് പ്രതീക്ഷിച്ച് സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷേ ആ വീട് നഷ്ടപ്പെട്ട ആളോട് കൊടിയ വഞ്ചനയാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. ഇങ്ങനെയുള്ള ദുരന്ത ബാധിത പ്രദേശത്ത് പോയി ആവേശത്തോടുകൂടി പത്രസമ്മേളനം നടത്തി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നത് അതൊന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയ്ക്ക് ചേർന്ന പണിയല്ല. ഇത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐ നിയമപരമായിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് ആലോചിക്കും. യൂത്ത് ലീഗ് നേതൃത്വം മയക്കുമരുന്നിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായി മാറി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇതിന് മറുപടി പറയണമെന്നും വസീഫ് പ്രതികരിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടി.പി. ഹാരിസ് മറ്റൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാ, ആരുടെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാ. 25 കോടിയിലധികം രൂപ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ച് ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചു. ഇതിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് പങ്കില്ലേ? പങ്കില്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയധികം കോടികളുടെ ഇടപാട് നടത്തുമോ? മുസ്ലിം ലീഗ് ഈ തട്ടിപ്പുകാരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ നേതൃത്വമാകെ ഇതിന് പിന്തുണ കൊടുക്കുന്നു. ഒരു ഭാഗത്ത് ലഹരി കച്ചവടം, ഒരു ഭാഗത്ത് സ്വർണ്ണ കച്ചവടം, ഒരു ഭാഗത്ത് തട്ടിപ്പ്. ഇങ്ങനെ തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായി മുസ്ലിം ലീഗ് മാറുമ്പോൾ സാക്ഷാൽ പാണക്കാട്ട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതിലൊരു നിലപാട് പറയണം. മുണ്ടേല ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നടത്തുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെയും ലീഗിന്റെയും സാമ്പത്തിക തട്ടിപ്പുകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ജാഗ്രതാ സായാഹ്നങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.